എന്താ ചേച്ചി? മേഡം, ഞാനിത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇവർ കെട്ടുമ്പോൾ ഈ കമ്പി അടിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വാഹനം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ എന്തിനാ ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നത്? ഇത് ഇടിയുന്ന സ്ഥലമാണ്, ഇത്രയും ദൂരെ ഈ വഴീൻ്റെ ഇവിടെ നിങ്ങൾ പിന്നെ കുറച്ചുകൂടെ വിട്ട് കെട്ടി ഇവിടെ ഇതായാൽ ഞങ്ങൾക്ക് വഴി പ്രശ്നം വരും. അങ്ങനെ അവരിന്നെ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. അത്രയും ഞാനിവിടെ തടഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് മണ്ണ് ആ സ്പോട്ടിൽ ഇവർ മണ്ണെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ മോൻ്റെ ഭാര്യയും ഈ റോഡിൽ വന്ന് കിടന്ന്. അപ്പം എൻ്റെ മേത്തൂടെ വണ്ടി ഓട്ടും എന്ന് പറഞ്ഞവര്. ഞാൻ പറഞ്ഞു, ധൈര്യം ഓട്ടിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ എന്തായാലും ഇതിൽ ഞങ്ങളെ ജീവൻ പോകുന്നുള്ള ഉറപ്പ്. വീടുകളുണ്ട് മുകൾ ഭാഗത്ത്? 1 2 3 4 ഇൻഡയറക്ട്ലി ഒരു 4 വീട്ടുകാരും കൂടി ഉണ്ട്. അങ്ങനെ ഒരു 5-8 വീട്ടുകാർ. ഞങ്ങൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല പോവാൻ. ഈ വഴിയിലൂടെ നടക്കല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ഞങ്ങൾ ഈ കോർപ്പറേഷനിൽ പറഞ്ഞു, കൗൺസിലറെ വിളിച്ച് പറഞ്ഞു. പിന്നെ കൗൺസിലർ ഒരു ആ ഭാഗത്തേക്കൊന്നും ചിന്തിച്ചതേ ഇല്ല. പിന്നെ കലക്ടർക്ക് ഞാനും മോനും പോയിട്ട് പരാതി കൊടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എസ് സിയിൽ പെട്ടതാ. ഞാൻ എസ് സിയിൽ കമ്മീഷണർക്ക് തിരുവനന്തപുരം നേരിട്ട്, മോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ പറഞ്ഞു മോൻ ബിടെക് കഴിഞ്ഞാണ്, അപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത്. പിന്നെ സോയിൽഡിൻ്റെ കൊടുത്ത്. അവർ ഒരാളെ പറഞ്ഞ് അന്വേഷണത്തിന് വന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്കിത് നോക്കാനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവർ ഈ ലിസി 30,000 രൂപ കൊടുത്ത് സ്റ്റേ ചെയ്യിച്ചു. എന്നിട്ടും ഇവിടെ ഡെയിലി പണിയെടുക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. പിന്നെ ഞാനിപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയി വീണ്ടും വിവരാശം വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ്. അതിന് അവർ റിപ്ലൈ തന്ന് ഞങ്ങൾ ഇവിടെ പോകണമെന്ന് പറഞ്ഞ്. മറ്റേ എന്തായിരുന്നു വില്ലേജ് ഓഫീസർ കഴിഞ്ഞാലുള്ളത്. പക്ഷെ നിങ്ങളെ പരാതിയൊന്നും ആരും കണ്ടില്ല. മുഖ്യമന്ത്രിക്ക് വിളിച്ചിട്ടൊന്നും ആരുമില്ല. പിന്നെ ചാനലാരെ വിളിക്കാനൊന്നുമില്ല, അത്രയും ആൾക്കാരെ കൂട്ടാനൊന്നുമില്ല ഇവിടെ ഇല്ല. ആരും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ അസോസിയേഷനോട് പറയാന്നല്ലാതെ ഓരോ ഇതങ്ങനെ ഇടിയൊന്നുമില്ല. അങ്ങനെയേ പറയുള്ളൂ. അങ്ങനെയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും അല്ലാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഈ ഒറ്റത്തിൽ ഞാനൊരു പെണ്ണൊരുത്തി എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഫസ്റ്റിൽ പോയി ഇരുന്നു. പിന്നെ പോലീസുകാർ വന്നിട്ടാണ് ഞാൻ അവിടെ മാറിക്കൊടുത്തത്. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാത്ത വിധം കെട്ടും എന്ന് പറഞ്ഞു. നെല്ലിക്കോടത്തെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണ്. അവിടെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ ഒരു ചേച്ചി പറഞ്ഞത് കേട്ടു, അവിടെ വന്നപ്പോൾ മണ്ണെടുക്കാതിരിക്കാൻ വണ്ടിയുടെ മുന്നിൽ പ്രതിഷേധ സൂചകമായി കിടക്കുകയും ദേഹത്തൂടെ കയറ്റിയിറക്കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ നേരത്തെ ഒരു സമരം അവിടെ സമാനമായി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല അവിടെ വീട് മാത്രമല്ല, ആ ചേർന്നിരിക്കുന്ന റോഡാണ് എന്നാണ് വേറൊരു ചേച്ചി അവിടെ പറഞ്ഞത്. അവരും ഈ പറഞ്ഞ പലയാവർത്തി സമരമായി അവിടുത്തെ ആ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഈ പറയുന്ന പരാതികളുമായി പലയാവർത്തി പല രീതിയിൽ പോയിട്ടുള്ളതാണ്. CM ബോട്ടലടക്കം പരാതി കൊടുത്തതിന് പറയുകയായിരുന്നു അവർ. അപ്പോൾ അവിടെ മുകളിൽ കാണുന്ന വീട് മാത്രമല്ല, വീടിനോട് ചേർന്ന ഒരു റോഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റോഡിനോട് ചേർന്നാണ്, റോഡിൻ്റെ ഒരു ചെറിയ ഭാഗം, ആ റോഡിൻ്റെ സൈഡൊക്കെ ചേർന്നാവണം ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 10-30 അടി താഴത്തിൽ ഈ പറഞ്ഞ ജനവാസ മേഖലയിൽ കുറേയധികം വീടുള്ള സ്ഥലത്ത്, റോഡുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെത്തിയെടുത്ത പോലെ താഴേക്ക് 30 മീറ്ററൊക്കെ ആഴത്തിൽ താഴെ കുഴിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം അക്രമമാണ്. അതിന് അനുവാദം കൊടുത്തവർ ഉറപ്പായും പണം വാങ്ങി അനുവാദം കൊടുത്തതാണോ എന്ന പരിശോധന അടക്കം ഉറപ്പായും ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് ഒറ്റ നോട്ടത്തിൽ സാധാരണക്കാർക്ക് പോലും ഇത്രയും മണ്ണ് കുഴിച്ചാൽ ഇത് അപകടമാണ്, ആ വീടുകൾക്കും ആ റോഡിനും ഒക്കെ അപകടമാണ് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആഴത്തിൽ മണ്ണ് കുഴിക്കുകയും പെരുമഴയത്തും ആ പണി തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെയും അത് ചുമ്മാ അങ്ങ് നടക്കും എന്ന് കരുതാനും മാത്രം നമുക്ക് കഴിയില്ല.